السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين. وإن كنتم أعوذ بالله بسم الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم ربنا زدنا علما وعلما وفهما وصوابا يا رب العالمين. وإن كنتم في ريب مما نزلنا على عبدنا, നമ്മുടെ പ്രിയപ്പെട്ട അടിമക്ക് നാം ഇറക്കിയിട്ടുള്ള ഈ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ ഫഅ്തൂ ബിസൂറ, നിങ്ങളൊരു സൂറത്ത് കൊണ്ടുവരിക. ഈ ആയത്ത് മുമ്പുള്ള ആയത്ത് തമ്മിലുള്ള ബന്ധം എന്താ? അതെന്താന്ന് ചോദിച്ചാൽ വഹദാനിയത്താണ്. ഇതിനു മുമ്പ് വഹദാനിയത്തിന് സ്ഥാപിക്കുകയായിരുന്നു ഇതിനു മുമ്പുള്ള ആയത്തിൽ. ആ വഹദാനിയത്തിനേക്ക് സ്ഥാപിച്ചതിനുടനെ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതരാണ്, നബിയാണ് എന്നതിനുള്ള തെളിവാണ് ഈ ആയത്ത് പറയുന്നത്. അതേതാ? ഖുർആൻ തന്നെ. ഏത് ഫസീഹിനെയും മുട്ടിക്കുത്തിക്കുകയും ഒരു അറബികളിൽ നിന്ന് പേര് കേട്ട ആളുകളെയൊക്കെ പരാജയപ്പെടുത്തുകയും ചെയ്തു. പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഇതിനെതിരെ പ്രവർത്തിച്ചിട്ട് പോലും അപ്പോൾ അതിന് സാധിക്കാതെ വന്നപ്പോൾ എന്ത് മനസ്സിലായി? ഇത് അള്ളാഹുവിൻ്റെതാണെന്ന് മനസ്സിലായി. നോക്കൂ, ലമ്മാ ഖറ വഹദാനിയത്തഹു വബയ്യന ത്വരീഖൽ മൂസില ഇലൽ ഇൽമി ബിഹ, വഹദാനിയത്തും വഹദാനിയത്തിലേക്ക് എത്തിച്ചേരുന്ന വഴികളെയും അള്ളാഹു സമർത്ഥിക്കുകയും വിശദീകരിക്കുകയും ചെയ്തപ്പോൾ ദക്കറ അഖീബഹു മാ ഹുവൽ ഹുജ്ജത്തു അലാ നബുവത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ നുബുവത്തിൻ്റെ തെളിവ് പറഞ്ഞു. അതേതാ? അൽ ഖുർആൻ അൽ മുഅ്ജിസു ഫസാഹത്തി, ഈ ഖുർആൻ അല്ലത്തി ബദ്ദത്ത് ഫസാഹത കുല്ലി മിൻ ദീഖ്, ഏത് വാചാലൻ്റെ ഫസാഹത്തിനെയും മറികടക്കുന്ന ഫസാഹത്ത് കൊണ്ട് അതെന്ത് ചെയ്തു? മറ്റുള്ളവരെ തോൽപ്പിച്ച് കളഞ്ഞു. വൈഫഹാമിഹി, മുട്ടുകുത്തിച്ചുകൊണ്ടും അത് തോൽപ്പിച്ചു. മൻ തൂലിബ ബിമുആറദതിഹി, ഇതിനെതിരെ തുല്യമായത് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട വ്യക്തിയെ മുട്ടുകുത്തിച്ചു. ആരോടാണ് തുല്യമായത് കൊണ്ടുവരാൻ വെല്ലുവിളിച്ചത്? മിൻ മസാഖീൽ ഖുതബാഇ മിനൽ അറബിൽ അർബ, ശുദ്ധ അറബികളിൽ നിന്നുള്ള മഹാപ്രഭാഷകന്മാരെ മസാഖീൽ ഖുതബാ. മുട്ടുകുത്തിപ്പോയത് ആൾ കുറഞ്ഞായതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് അതിൽ എതിർപ്പില്ലാത്തതുകൊണ്ടോ ആയകുഴപ്പം നാട് സ്വീകരിച്ചുകൊണ്ടോ ഒന്നല്ല. മാക്കസറത്തിയും അവർ ധാരാളം ആളുകളുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സാഹിത്യകാരന്മാരുള്ള ലോകമായിരുന്നു. ഇഫ്രാത്തിഹിം, അവർ വല്ലാതെ പ്രവർത്തിച്ചിരുന്നു. ഫിൽ മുലാദ്ദത്തി വൽ മുലാറ, ഈ ഖുർആൻ എതിരിടുന്നതിലും ഈ ഖുർആനിനെ ഇടങ്ങാറാക്കുന്നതിനും. മുലാദ്ദത്തും മുലാറത്തൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. ഇതിനെ നേരിടുന്നതിൽ ഒത്തഹാലുക്കിഹിം അലൽ മുആസത്തി വൽ മുആറ, അങ്ങേയറ്റത്ത മുആസത്തും മുആറത്തും. മുആസത്ത് എന്ന് പറഞ്ഞാൽ അതിജയിക്കാനുള്ള പണ്ടുള്ള അവർ മെതിക്കാൻ തയ്യാറായിരുന്നു. അലൽ മുആസത്തി, ഇതിനെതിരെ വിജയം നേടാനും, വൽ മുആറത്തി, അതുപോലെ തന്നെ ഇതിനെ തടയാനും. അപ്പം എന്ത് ചെയ്തു? അങ്ങനെ വഅറഫ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ എന്ത് ചെയ്തു? അറിയിച്ചു കൊടുത്തു. മാ യുതഅറഫു ബിഹി ഇജാസുഹു, ഈ ഇജാസ് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് അറിയിച്ചു കൊടുത്തു. ദക്കറ അഖീബഹു, നബൂവത്തിൻ്റെ തെളിവ് പറഞ്ഞു. പിന്നെന്ത് ചെയ്തു? നബൂവത്തിൻ്റെ തെളിവ് പറയുക മാത്രമല്ല, വഅറഫ മാ യുതഅറഫു ബിഹി ഇജാസു, ഖുർആൻ്റെ ഇജാസ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതും അല്ലാഹു തആല അറിയിച്ചു. വയതയഖന അന്നഹു മിൻ ഇൻദില്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് ഉറപ്പിക്കാനും പറ്റുന്നത് എന്താണോ
ആ കാര്യങ്ങളൊക്കെയാണ് ഈ ആയത്തിൽ വിശദീകരിക്കുന്നത്. നബൂവത്തിൻ്റെ തെളിവാകുന്ന ഖുർആനും ആ ഖുർആൻ ഏജാസും, ആ ഏജാസ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അങ്ങനെ മനസ്സിലാക്കുക വഴി അള്ളാഹുവിൽ നിന്നാണ് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റും എന്ന കാര്യങ്ങളൊക്കെ ഈ ആയത്തിൽ പറയുന്നത്. കമാ യദ്ദഈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാദിക്കുന്നത് പോലെ. വഇന്നമാ ഖാല മിമ്മാ നസ്സല, ഇനി പറയാണ് വഇൻ കുന്തും ബി റൈബിൻ മിമ്മാ നസ്സല, നാം ഇറക്കിയതില്ലെന്ന് എന്തേ പറയാൻ കാരണം? മുഴുവൻ ഇറക്കിയിട്ടില്ല, അത് ഘട്ടം ഘട്ടമായിട്ട് ആണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ അവർക്ക് സംശയമായിരുന്നു. കുറേശ്ശെ ഇങ്ങനെ ഇറക്കുമ്പോൾ ലിയന്ന നുസൂലഹു, നാം ഇറക്കിയതില്ലെന്ന് പറയാൻ കാരണം ലിയന്ന നുസൂലഹു നജ്മൻ, ഗഡുക്കളായിട്ട് അത് ഇറക്കിയത്, നജ്മൻ ഗഡുക്കളായിട്ട് ഇറക്കിയത്, ഹസബിൽ വഖാഇഹി, സന്ദർഭത്തിനനുസരിച്ച് ഇറക്കിയത്, സാന്ദർഭിക സാഹചര്യ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇറക്കിയത്, അലാമാത്തറാലെ അതിന് ഷീരി വൽ ഖത്തി, ഷെയറിൻ്റെയും കവിതയുടെയും പ്രഭാഷണത്തിൻ്റെയും ആളുകൾ അഭിപ്രായപ്പെട്ടത് കാണുന്നത് പോലെ എന്ത് ചെയ്തു, ഇറക്കിയത് മിമ്മാ യുരീബുഹും, അവർ സംശയിപ്പിക്കുന്ന കാര്യമായിരുന്നു. കവികളും മറ്റുമൊക്കെ സന്ദർഭോചിതമായിട്ട് സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലേ പാട്ട് പാടുകയും പ്രസംഗിക്കലൊക്കെ. അപ്പോൾ അതേമാതിരി ഖുർആൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള ഇറക്കം മിമ്മാ യുരീബുഹും, അവരെ സംശയിപ്പിച്ചിരുന്നു. കമാ ഹഖല്ലാഹുനഹും, അവരെന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹ് പറഞ്ഞില്ലേ, വഖാലല്ലദീന കഫറു, കാഫിര്യങ്ങൾ ചോദിക്കുകയാണ്, ലൗലാ നുസില അലൈഹിൽ ഖുർആൻ ജുംലത്തുമായ, ഖുർആൻ എന്താ ഒറ്റ തവണയായിട്ട് ഇറക്കാത്തത്, ഇതൊന്നങ്ങനെ പല തവണയായിട്ട് ഇങ്ങനെ ഇറങ്ങണതാ. അപ്പോൾ പിന്നെ അവരെ സംശയിപ്പിക്കുന്ന കുറേശ്ശെ ഇങ്ങനെ ഇറക്കിയത് അവർക്ക് സംശയമായപ്പോൾ വക്കാനൽ വാജിബു തഹദ്ദീഹിം അലാ ഹാദിഹിൽ വജ്ഹി ഇസാഹത്തൽ ലിശുബ്ഹത്തി വൽസാമൽ ഹുജ്ജത്തി. അപ്പം പിന്നെ നിർബന്ധം എന്താ, തഹദ്ദീഹിം, അവരെ വെല്ലുവിളിക്കുക എന്നുള്ളതാണ്. അതേ രീതിയിൽ വെല്ലുവിളിക്കുക എന്നുള്ളതാണ് അനിവാര്യമായിട്ടുള്ളത്. കാരണം ഘട്ടം ഘട്ടമായിട്ട് ഇറക്കണം അവരെ പ്രശ്നം. ഇതെന്താ കുറേശ്ശെ ഒരു ഗ്രന്ഥാവുമ്പോൾ ഒന്നിച്ചാൽ ഇറങ്ങണ്ടേ അള്ളാൻ്റെതാണെങ്കിൽ. അപ്പോൾ അവിടെ നിർബന്ധം തഹദ്ദീഹിം, അവരെ വെല്ലുവിളിക്കലാണ്. എങ്ങനെ തഹദ്ദിയഹും, അവരെ വെള്ളിക്കലാണ്, അലാ ഹാദിഹിൽ വജ്ഹി, ഈ രീതിയിൽ തന്നെ വെല്ലുവിളിക്കലാണ്. എന്തിന്, ഇസാഹത്തിൽ ശുബ്ഹ വൽസാമലിൽ ഹുജ്ജ, അവർ സംശയം നീക്കം ചെയ്യാനും തെളിവ് കൊണ്ട് അവരെ സമ്മതിപ്പിക്കാനും. പിന്നെ അലാ അബ്ദിന എന്ന് പറഞ്ഞെന്തിനാ, അതിന് കാരണമുണ്ട്. ഒന്ന് തൻവീഹം ബിദിക്രി, വല്ലാഹു അലംദിലാനുസി തൻവീഹം ബിദിക്രിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞിട്ട് നമ്മുടെ അടിമ എന്ന് പറഞ്ഞ നബിയെ ബഹുമാനിക്കാൻ വേണ്ടി. ഓ തംബീഹൻ അലാനോ മുഖ്തസും ബിഹി മുൻഖാദുൽ ഹുക്മിഹി, ഈ അടിമ മുഖ്തസും ബിഹി മുൻഖാദുൽ ഹുക്മിഹി, അള്ളാഹുവിൻ്റെ ഹുക്മിന് വഴിപ്പെട്ട ആളാണ്. ഈ അടിമ മാത്രമേ അള്ളാഹിൻ്റെ ദൂതരായിട്ടുള്ളൂ എന്നൊക്കെ കൊടുത്താൽ വേണ്ടി. അള്ളാഹിൻ്റെ അടിമയാണ് എന്നും അള്ളാഹിൻ്റെ ഹുക്മിന് വഴിപ്പെടുന്ന ആളാണ് എന്നും ഉണർത്താൻ വേണ്ടി. ഇനി മാനസല്ലാല അബ്ദിന എന്നുള്ളടത്ത് പിന്നെ ഇബാദിന എന്നുണ്ട്, നമ്മുടെ അടിമകൾ. അപ്പോൾ ഉമ്മത്തോടെയും പെട്ടു. യുരീദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു. സൂറത്ത് എന്നുള്ള വാക്ക് എന്താ സാധനം, അതിൻ്റെ ഇസ്തിഖാക്ക് പലതാണ്. സൂറത്ത് എന്നുള്ളതിൻ്റെ ഇസ്തിഖാക്ക് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അഭിപ്രായങ്ങളുണ്ട് നല്ല പല സാധ്യതകൾ ഉണ്ട്. നമ്മൾ സൂറത്ത് എന്ന് പറയാറുണ്ട്. ആദ്യം നമ്മൾ പറയാം, സൂറത്ത് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് എന്താ ഖുർആനിൽ സൂറത്ത് പറഞ്ഞാൽ ആ ത്വായിഫത്തു മിനൽ ഖുർആൻ മുത്തറജ്ജമത്തു, പേരക്കെട്ട ഖുർആനിൽ നിന്നുള്ള ഒരു ഭാഗം. അഖല്ലുഹാ സലാസു ആയത്ത്, 3 ആയത്തുകളുടെ തർജ്ജമ, പേര് ഫാത്തിഹ ഇഖ്ലാസ് എന്ന പേരൊക്കെയുള്ള ഖുർആനിൽ നിന്നുള്ള ഒരു കൂട്ടത്തിനാണ് സൂറത്ത് എന്ന് പറയാം. സൂറത്ത് എന്നുള്ള വാക്ക് എങ്ങനെയാണ്, സൂറത്ത് എന്നുള്ള വാവ് അസ്ലിയാണ്, മറ്റുള്ള അക്ഷരങ്ങളെ തൊട്ട് മറിഞ്ഞതൊന്നും. അല്ലെങ്കിൽ സൂറുൽ മദീനയിൽ നിന്ന് പോകാൻ കരുതിയാൽ മതി. സൂറുൽ മദീന എന്ന് പറഞ്ഞാൽ പട്ടണത്തിൻ്റെ അതിർത്തി, പട്ടണത്തിൻ്റെ അതിർത്തി. അപ്പം അതിൽ നിന്ന് പോകുന്നതാണ് സൂറത്ത്. അപ്പോൾ ഖുർആൻ്റെ അതിർത്തി എന്ന് പറയാൻ കാരണം എന്താ, കാരണം അതിർത്തി എന്ന് പറഞ്ഞാൽ എന്താ, സൂറ് എന്ന് പറഞ്ഞാൽ അതൊരു രാജ്യത്തിൻ്റെ ഒരു പട്ടണത്തിൻ്റെ ചുറ്റുമതിലായിരിക്കും. എന്നതുപോലെ ഈ
സൂറത്ത് എന്നുള്ളത് ഖുർആനിൽ നിന്നുള്ള ഏതാനും ആയത്തുകൾ ഇങ്ങനെ വലയം ചെയ്തുകൊണ്ട് നിൽക്കുകയാണല്ലോ. ആ ആയത്തുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനെ ഉള്ളിലാക്കിക്കൊണ്ടാണ് ഈ സൂറത്തുകളുള്ളത്. അതുകൊണ്ടാണ് പേരിടാൻ കാരണം. വഹിയ ഇൻ ജുവലത്ത് വാവ് അസ്ലിൻ, സൂറത്തിലെ വാവ് അസ്ലിയാകുകയാണെങ്കിൽ മങ്കൂലത്ത് മിൻ സൂരിൽ മദീന, മദീനയുടെ പട്ടണത്തിൻ്റെ സൂറ് എന്ന് പറയുന്നതിൽ നീക്കം ചെയ്യപ്പെട്ടതാണ്. സൂറ് എന്താ പ്രത്യേകത? അലിയന്ന മുഹീത്തത്ത് ബി തായിഫത്ത് മിനൽ ഖുറാനി മുഫ്രസത്തുൻ മുഹബ്ബസത്തുൻ അലാ ഹിയാലിഹ ഔ മുഹത്തബിയത്തുൻ അലാ അൻവായി മിനൽ മെഹത്തിവാ സൂരിൽ മദീനത്തി അലാ മാഫിയ. രണ്ടഭിപ്രായം. അത് ഖുറാനിൽ നിന്നുള്ള ഒരു തായിഫത്തിന് അങ്ങനെ എന്തായിട്ടുണ്ട്, സൂറത്തുകളൊക്കെ വലയം ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ വട്ടം ഇട്ടിട്ടുണ്ട്. മുഫ്രസത്തൻ വേർതിരിക്കപ്പെടുന്നില്ല. ഖുറാനിൽ നിന്നുള്ള ഏതാനും ഇപ്പോൾ ഖുൽ അല്ലാഹു എന്നീ ഇഖ്ലാസുള്ള സൂറത്ത് ഏതാനും ആയത്തുകളുടെ വേറെടുത്താണ്. മുഹബ്ബസത്തൻ അലാഹിയാലി, ഓരോന്നായിട്ട് അതിര് നിശ്ചയിക്കപ്പെട്ട നിലയിൽ മുഹബ്ബസത്ത് ഹൗസ് അലാഹിയാലിഹ എന്ന് പറഞ്ഞാൽ ഓരോന്നായി അതിര് തിരിച്ച് വേർപ്പെടുത്തി മുഫ്രസത്ത് മാറ്റി നിർത്തപ്പെട്ട ഒരു ഖുറാനിൽ നിന്നുള്ള ഒരു ത്വായിഫത്തിനോട് വലയം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അർത്ഥം മുഹത്തവിയത്ത് സൂറുൽ മദീനൻ്റെ പട്ടണത്തിൻ്റെ അതിരുന്നല്ലേ, അതൊരു മതിലുകെട്ടുണ്ടാവും ഒന്നായിട്ട്, അതാണല്ലോ. അപ്പം ഖുറാനിൽ നിന്നുള്ള ഏതാനും ആയത്തുകളെ ഈ സൂറത്ത് ഇങ്ങനെ എന്തായിട്ടുണ്ട്, അതിലിട്ട് വേറെ ഇരിച്ചിട്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ രാജ്യത്തിൻ്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ മുഹത്തവിയത്തിനല്ല അൻവായിമിൽ ആയത്ത് എന്നല്ല, ആ സൂറത്തിൽ കുറേ ഇനം അറിവുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. എഹ്തിവാ സൂരിൽ മദീനത്തി അലാമാഫിയ, ഒരു പട്ടണത്തിൻ്റെ അതിര് അത് ആ പട്ടണത്തിലുള്ള വസ്തുക്കളെയെല്ലാം ഒരുമിച്ച് കൂട്ടിയതുപോലെ സമാഹരിച്ചതുപോലെ ഈ ഓരോ സൂറത്തിലെന്തുണ്ട്, ഒരുപാട് അറിവുകളെ അത് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ സൂറുൽ മദീനയിൽ നിന്ന് നഖൽ ചെയ്യപ്പെട്ടതാണ്. അല്ലെങ്കിൽ അത് എവിടുന്നാ പോകുന്നതെന്നറിയോ? സൂറുൽ മദീന എന്നല്ല, മിന സൂറത്തിലെത്തിയ റുത്വ, പദവി എന്നർത്ഥമുള്ള സൂറത്തിൽ നിന്നാണ്. അങ്ങനെയുണ്ട്. അക്കാല ഒരു കവി പറഞ്ഞിട്ടുണ്ട്, വലറഹത്തു ഹറാബിൻ വഖദ്ദിൻ സൂറത്തുൻ ഫിൽ മജിദ് ലൈസ ഉറാബുഹാബി മുത്താരി എന്നുള്ളടത്ത് സൂറത്തു എന്നുള്ള പദവി എന്നാണ് അർത്ഥം. പിന്നെ പദത്തിൻ്റെ അർത്ഥമൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കുക. കാരണം സൂറത്തുകളൊക്കെ എങ്ങനെയാണ്? പദവിയാണ്, റുത്തുബയാണ്. കൽ മനാസിരി വൽ മറാത്തിബി, മനസ്സിലകളും മർത്തബകളും പോലെയാണ്. എർത്തഖി ഫീഹൽ ഖാരിയു, ഓതിനാൾ ആ മർത്തബകളിലേക്ക് ഇങ്ങനെ കയറിപ്പോകുക. അൽ ബഖറ കഴിയുമ്പോൾ അടുത്ത മർത്തബയിലേക്ക് എത്തി, അടുത്ത മനാസിലേക്കെത്തി. ഇറങ്ങുന്ന സ്ഥലം എന്നല്ല, മനാസിൽ എന്ന് പറഞ്ഞ സ്റ്റേഷൻ. ഒലഹ മറാത്തിബു ഫി തൂര്, അതേമാതിരി വേറെയും മർത്തബകളുണ്ട്. ഓതുന്നാക്ക് മാത്രമല്ല, ദീർഘമില്ലായ്മയിലും ശ്രേഷ്ഠതയിലും മഹത്വത്തിലും ഖിറാഅത്തിൻ്റെ കൂലിയിലൊക്കെ എന്തുണ്ട്, പല മർത്തബകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് സൂറത്ത് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഖുൽ ഹുവല്ലാഹു എന്നുള്ള സൂറത്തിന് ഭയങ്കര കൂലിയുണ്ട്. അർ-റഹ്മാൻ യാസീന് പ്രത്യേക കൂലിയുണ്ട്. അൽ ബഖറ വലിയ സൂറത്താണ്, ഇന്നാഅത്നാക്ക് ചെറിയ സൂറത്താണ്. ഇങ്ങനെ പല മർത്തബകളും പല മൻസിലകളുമാണ് ഉള്ളത്. അതുകൊണ്ടാണ് സൂറത്തുകൾ എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഈ വാവി അസ്ലി ആകുമ്പോഴാണ് ഈ പറയുന്നത്, സൂറത്തിലെ വാവ് അസ്ലി ആകുമ്പോഴാണ്. ഇനി ഹംസനെ മറച്ചിട്ട് വന്ന വാവാണ് എങ്കിലോ, അപ്പോൾ പിന്നെ ബഖിയ്യത്ത് എന്നർത്ഥമുള്ള സൂറത്തിൽ നിന്ന് ഇസ്തിഖാഖ് ചെയ്യപ്പെട്ടതാണ്. ബഖിയ്യത്ത്, ഖിത്അത്ത്, കഷ്ണം എന്നുള്ള വൈൻ ചുവയിലത്ത് മുബുദിലത്ത് മിനൽ ഹംസത്തി, ഈ സൂറത്തിലെ വാവിനെ ഹംസ മറഞ്ഞ് വന്നതാണെങ്കിൽ പിന്നെ സൂറത്തിലെത്തി ബഖിയ്യത്ത് വൽ ഖിത്അത്ത്, ബഖിയ്യത്ത് ഖിത്അത്ത് മിന ഷൈഇ എന്ന അർത്ഥത്തിലുള്ളതാണ്. അപ്പോൾ സൂറത്ത് എന്ന് പറയാൻ പറ്റും, കാരണം ബഖിയ്യത്തും ഖിത്അത്തും ഒക്കെയാണല്ലോ അത് ഓരോ സൂറത്തും. എന്തിനാണ് അല്ലാഹു തആല ഖുർആൻ ഒന്നിച്ചങ്ങ് തുടങ്ങാതെ പല സൂറത്തുകളാക്കിയത് എന്നൊരു ചോദ്യം. അതിൻ്റെ മറുപടി വൽ ഹിക്മത്ത് ബി തഖ്ദീസ് ഖുർആനി സൂറൻ, ഖുർആനുകളെ പല സൂറത്തുകളായി മുറിച്ചതിൻ്റെ ഹിക്മത്ത്, കുറേ ഹിക്മത്തുണ്ട്. ഇഫ്രാദുൽ അൻവായി, പ്രത്യേക നൗകൾ വേർതിരിക്കുക. ഇപ്പോൾ തലാഖുമായിട്ട് ബന്ധപ്പെട്ട മസലക്ക് അതിൻ്റെ അങ്ങനെ
തലാഹുൽ അഷ്കാൽ, തുല്യമായ കുറേ ആശയങ്ങളുള്ളതിനെ പരസ്പരം ചേർത്ത് വെക്കുക. പിന്നെ തജവാബു ബിൻ നദ്മി, ഖുർആൻ്റെ നദ്മ് പരസ്പരം യോജിക്കുക. ചില സൂറത്തുകളുടെ ആയത്തെ കണ്ടില്ല ഒരേപോലെ വന്നജ്മി ഇദാ ഹവാ മാ ദല്ല സാഹിബുക്കും വമാ ഹവാ, അതിൻ്റെ ആ ക്രമം ഉണ്ടല്ലോ, ആ നദ്മ്, ആ പദങ്ങളെ പരസ്പരം യോജിക്കുക. തജവാബ് എന്ന തനാസുബ്. പിന്നെ തൻഷീത്തുൽ ഖാരി, ഓതുന്നാക്കൽ ഉന്മേഷം കൊടുക്കുക. തസ്ഹീലുൽ ഹിഫ്ളി, മനപ്പാടമാക്കൽ എളുപ്പമാക്കുക. തർഗീബ് ഫീഹി, അതിന് പ്രേരിപ്പിക്കുക, ഹിഫ്ളിന് പ്രേരിപ്പിക്കുക. ചെറിയ സൂറത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൂറത്ത് കഴിഞ്ഞാൽ അടുത്ത സൂറത്ത് എന്നുള്ള ഒരു പ്രേരണ കിട്ടും. കാരണം ഇതാ ഖത്തമ സൂറത്തൻ, കാരണം ഒരു സൂറത്തിന് ഒരാൾ ഖത്മ് ചെയ്താൽ അഥവാ ഓതിയാലേ നഫ്ഫസ ദാലിക മിൻഹു, അവനിൽ നിന്ന് അത് കൽ മുസാഫിരി, യാത്ര പോലെ, യാത്രക്കാരനെയാണ്. അപ്പോൾ ഇതാ ഖത്തമ സൂറത്തൻ, എന്തോ ഒരു വായിക്കാൻ കിട്ടാത്ത ചെറിയൊരു പ്രശ്നമുണ്ട് അവിടെ. എന്താണ് അവിടെ ഉള്ളത് നീഭാരത്തും കൂടെ മനസ്സിലാകുന്നില്ല ഈ കിതാബിൽ. ഏതായാലും ആശയമൊക്കെ മനസ്സിലായി. യാത്രക്കാരനെ പോലെയാണ്, അവനൊരു ആശ്വാസം നൽകും. ഇതാ അലി മനുഹു ഖത്ത മൈലൻ, യാത്രക്കാരൻ ഒരു മൈൽ അങ്ങോട്ട് സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ ഒരു 100 കിലോമീറ്ററിൻ്റെ അടുത്ത് 10 കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രത്യേകം ഒരു മൈൽ മുറിച്ച് കിടക്കുമ്പോൾ താണ്ടുമ്പോൾ മുസാഫിർ എന്ത് ചെയ്യും? മുസാഫിർ ഇതാ അലി മനുഹു ഖത്ത മൈലൻ ഔ തവാ ബരീദൻ, അത് വേറൊരു അളവാണ്. അത്രയൊക്കെ സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? അവന് വല്ലാത്തൊരു ആശ്വാസം കിട്ടും, യാത്രക്കാരനെ പോലെ. അങ്ങനെയുള്ള യാത്രക്കാരനെ പോലെയാണ് ഓരോരോ സൂറത്തുകൾ പൂർത്തിയാകുമ്പോഴുള്ള അവസ്ഥ. വൽ ഹാഫിദ് മത്താ ഹദഖഹ, ഈ ഹാഫിദ് ഖുർആൻ നന്നായിട്ട് മനഃപ്പാടമാക്കിയാൽ, ഹദഖത്ത് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇങ്ങോട്ട് ഉഷാറാക്കിയിട്ട് പഠിക്കുക. ഏതഖദനു അഖദമിനൽ ഖുർആനി ഹല്ലൻ താമൻ, അവൻ വിശ്വസിക്കും ഖുർആനിൽ നിന്ന് അവൻ നല്ലൊരു വിഹിതം എന്തായിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. വഫാസ ബി തായിഫത്തിൻ മഹദൂദത്തിൻ മുസ്തഖില്ലത്തിൻ ബി നഫ്സിഹ, സ്വന്തമായ ഒരു നിശ്ചിത അളവുള്ള ഒരു കൂട്ടം ആയത്തുകളെ പഠിച്ച് അവന് വിജയിച്ചിരിക്കുന്നു എന്നൊരു ഹിഫ്ള് ചെയ്യുന്ന ആളെന്താവും മനസ്സിലാക്കും. അതാണ് ഇപ്പോൾ ഇതിന് സൂറത്ത് എന്ന് പേരിടാനുള്ള കാരണം. ഫഅദുമ ദാലിക ഇൻദഹു, അത് വലിയ കാര്യമായിരിക്കും. വബ്തഹജ ബിഹി ഇലാ ഗൈരിഹി, അങ്ങനെ ഞാൻ അൽ ബഖറ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ ആഹ്ലാദിക്കും. ഇലാ ഗൈരിഹി, അങ്ങനെ ആഹ്ലാദം അടുത്ത സൂറത്തിലേക്ക് പോകും. അങ്ങനെ ഇലാ ഗൈരിഹാ മിനൽ ഫവായിദി, അങ്ങനെ ഇതല്ലാത്ത ഒരുപാട് ഫായിദകളുണ്ട്, പല സൂറത്തുകൾ വരുന്നുണ്ട്. ഇനി മിൻ മിസ്ലിഹി എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ രണ്ടാമത്തെ സൂറത്തെ ബഖിയ്യത്ത് ഖിതാഅത്ത് എന്ന അർത്ഥത്തിനോട് യോജിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുവരെ എന്തായിട്ടുള്ളത് സംസാരിച്ചിട്ടുള്ളത്. പല സൂറത്തുകളായതുകൊണ്ടുള്ള മെച്ചവും പറഞ്ഞു. അത് ഒരു യാത്രക്കാരനെ പോലെയാണ്. അയാളെങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു പരിധി, ഒരു സ്റ്റേഷനിലേക്ക് എത്തിയ ആളെ ആശ്വാസം ഉണ്ടാവുമല്ലോ, ഇനി അടുത്ത് പൂർത്തിയാക്കണമെന്നൊരു ഉന്മേഷമൊക്കെ ഉണ്ടാവില്ല, എന്നതുപോലെയുള്ള ഒരാവശ്യത്തിന് വേണ്ടിയാണ് പല സൂറത്തുകളാക്കി അള്ളാഹു തിരിച്ചു വച്ചിട്ടുള്ളത്. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുമ്മ ഫഖ്ഹിനാ ഫിദ്ദീൻ വഅല്ലിംനാ തഅ്വീലൽ ഖുർആൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.